നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 4 മരണം. കഞ്ചിക്കോട് അജ്ഞാത വാഹനമിടിച്ച് ദേശീയപാതയിൽ നിന്ന് സർവീസ് റോഡിലേക്ക് തെറിച്ചു വീണ് 2 യുവാക്കൾ മരിച്ചു. ദേശമംഗലം ആറങ്ങോട്ടുകരയിൽ നിയന്ത്രണം വിട്ട കാറിടിച്ച് കാൽനട യാത്രികയ്ക്ക് ദാരുണാന്ത്യം. തൃശൂർ ചാഴൂരിൽ നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് ഇടിച്ചുകയറി ഒരാൾ മരിച്ചു. SNDP ഒറ്റപ്പാലം യൂണിയൻ പൊതുയോഗവും കുടുംബസംഗമവും കുളപ്പുള്ളിയിൽ. ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷത്തിന് സ്വാഗത സംഘമായി. ഈ വർഷത്തെ ചതയ ദിനാഘോഷം കുളപ്പുള്ളിയിൽ. അപകടക്കീണിയായി പത്രിപ്പാലയിൽ പാതയോരത്തെ തകർന്ന സ്ലാബുകൾ. സംസ്ഥാന പാതയ്ക്കു സമീപം ചന്ദനപ്പുറത്തെ അഴുക്കുചാൽ മൂടിയ സ്ലാബുകൾ ഭീഷണിയാകുന്നത് കാൽനടയാത്രക്കാർക്ക്. തകർന്ന സ്ലാബുകൾ മാറ്റി സ്ഥാപിക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തം. പരിസ്ഥിതി വാരാചരണത്തോടനുബന്ധിച്ച് പാലക്കാട് സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിന്റെ ബോധവൽക്കരണ സൈക്കിൾ റാലി. വിവിധ ഭാഗങ്ങളിൽ വൃക്ഷത്തൈകൾ നട്ടു. പരിസ്ഥിതി സംരക്ഷണം പൊതുജനങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണെന്ന് ഈസ്റ്റേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ K. വിജയാനന്ദൻ IFS. പട്ടാമ്പിയുടെ ജനകീയ ഡോക്ടർ ജോസ് പുളിക്കൻ ഇനി ഓർമ്മ. വിട പറഞ്ഞത് ആതുര സേവനത്തിന്റെ മഹിമ ഉയർത്തിപ്പിടിച്ച വ്യക്തിത്വം. അന്ത്യം ആമാശയ അർബുദത്തെ തുടർന്ന് കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. വാർത്തകൾ വിശദമായി. കഞ്ചിക്കോട് അജ്ഞാത വാഹനമിടിച്ച് ദേശീയപാതയിൽ നിന്ന് സർവീസ് റോഡിലേക്ക് വീണ് 2 യുവാക്കൾ മരിച്ചു. കഞ്ചിക്കോട് റെയിൽവേ സ്റ്റേഷൻ റോഡ് ശ്രീവത്സത്തിൽ നാരായണന്റെ മകൻ 27 വയസ്സുള്ള സായി പ്രസാദ്, അയൽവാസി അനുഗ്രഹ വീട്ടിൽ ശ്രീനിവാസന്റെ മകൻ 28 വയസ്സുള്ള വിഷ്ണു എന്നിവരാണ് മരിച്ചത്. കഴിഞ്ഞ രാത്രി കഞ്ചിക്കോട് ദേശീയപാതയിലാണ് അപകടം. അജ്ഞാത വാഹനമിടിച്ചാണ് അപകടം സംഭവിച്ചതെന്ന് വീട്ടുകാർ മൊഴി നൽകി. അതേസമയം മഴയാണോ കാരണമെന്ന് വ്യക്തത വരുത്തേണ്ടതുണ്ടെന്ന് പോലീസ് പറഞ്ഞു. സർവീസ് റോഡിൽ വീണുകിടന്ന ഇരുവരെയും അഗ്നിരക്ഷാസേന ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സായി പ്രസാദും വിഷ്ണുവും പുതുശ്ശേരിയിലെ സുഹൃത്തിനെ കണ്ട് മടങ്ങുമ്പോഴാണ് അപകടം സംഭവിച്ചത്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് അപകട കാരണം കണ്ടെത്താനുള്ള അന്വേഷണം ആരംഭിച്ചതായി കസബ പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ദേശമംഗലം അറങ്ങോട്ടുകരയിൽ നിയന്ത്രണം വിട്ടെത്തിയ കാറിടിച്ച് കാൽനടയാത്രക്കാരി മരിച്ചു. മേഴത്തൂർ കോടനാട് തുമ്പപ്പറമ്പിൽ വീട്ടിൽ മണികണ്ഠന്റെ ഭാര്യ 52 വയസ്സുകാരി രാധയാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന കാക്കശ്ശേരി വീട്ടിൽ ശിവന്റെ ഭാര്യ വസന്തയെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശനിയാഴ്ച വൈകിട്ട് 5:30 ദേശമംഗലം അറങ്ങോട്ടുകര എസ്റ്റേറ്റ് പടിയിൽ റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്ന രാധയെയും വസന്തയെയും നിയന്ത്രണം തെറ്റിവന്ന കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. തൊട്ടടുത്ത ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചാണ് കാർ നിന്നത്. ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചു വീണ രാധ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വസന്ത മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. രാധയും വസന്തയും പരിസര പ്രദേശങ്ങളിലെ വീടുകളിലും കടകളിലും ഫിനോയിൽ വിൽപ്പന നടത്തിയാണ് ഉപജീവനം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തൃശൂർ ചാടൂർ തെക്കേയാലിന് സമീപം നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് ഇടിച്ചുകയറി ഒരാൾ മരിച്ചു. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. പഴുവിൽ സ്വദേശി ഗോപിയാണ് മരിച്ചത്. ഞായറാഴ്ച രാവിലെ 6 മണിയോടെയായിരുന്നു അപകടം. പെരിങ്ങോട്ടുകര ഭാഗത്തു നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ആൽ സ്റ്റോപ്പിന് സമീപം വളവിൽ തട്ടുകടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. എതിർവശത്തുള്ള ഹോട്ടലിൽ നിന്ന് ചായ കുടിച്ച ശേഷം തട്ടുകടയുടെ മുന്നിൽ പത്രം വായിക്കാൻ വന്നിരുന്നതായിരുന്നു ഗോപി. ഇതിനിടെയാണ് കാർ ഇടിച്ചു കയറിയത്. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പട്ടാമ്പിക്കാർക്കേറെ സുപരിചിതനും ജനകീയനുമായ ഡോക്ടർ ജോസ് പുളിക്കൻ ഇനി ഓർമ്മ. ആമാശയ അർബുദത്തെ തുടർന്ന് കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിലിരിക്കെ ഞായറാഴ്ച പുലർച്ചെയായിരുന്നു അന്ത്യം. ഞായറാഴ്ച പുലർച്ചെ 12:20 അന്ത്യം. 74 വയസ്സുണ്ട്. തൃശൂർ മണ്ണമ്പേട്ടയിൽ ജനിച്ച അദ്ദേഹം പട്ടാമ്പിയിൽ സ്ഥിരതാമസമാക്കിയിട്ട് 41 വർഷത്തോളമായി. പട്ടാമ്പി താലൂക്ക് സർക്കാർ ആശുപത്രി, കൊപ്പം കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവിടങ്ങളിൽ അദ്ദേഹം ആശുപത്രി സൂപ്രണ്ടായിട്ടുണ്ട്. ആകെ 49 വർഷം ആതുര സേവന രംഗത്ത് ഡോക്ടറായി പ്രവർത്തിച്ചു. വൈകുന്നേരം 4 മണിക്കു ശേഷം പട്ടാമ്പിയിലെ സ്വവസതിയിൽ മൃതദേഹം പൊതുദർശനത്തിനു വെച്ചു. നിരവധി പേർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. തിങ്കളാഴ്ച രാവിലെ തൃശൂരിലെ മണ്ണമ്പേട്ട കുടുംബവസതിയിലും മൃതദേഹം പൊതുദർശനത്തിനു വയ്ക്കും. തുടർന്ന് 10:30
മണ്ണമ്പേട്ട സെന്റ് മേരീസ് ഇമ്മാക്കുലേറ്റ് ചർച്ചിൽ സംസ്കാരം നടക്കും. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. SNDP യോഗം ഒറ്റപ്പാലം യൂണിയൻ വിശേഷാൽ പൊതുയോഗവും കുടുംബസംഗമവും കുളപ്പള്ളി SN കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്നു. യോഗം കൗൺസിലർ KD രമേശ് അടിമാലി പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ഈ വർഷത്തെ ചതയ ദിനാഘോഷം കുളപ്പള്ളിയിൽ നടത്താൻ യോഗം തീരുമാനിച്ചു. ആശയങ്ങൾ അറിഞ്ഞോ അറിയാതെയോ സംഘടനാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ ഏറ്റുപാടി നടക്കുകയും ചെയ്യുന്നുണ്ട്. സത്യത്തിൽ എന്താണ് SNDP യോഗം? മറ്റൊരു കാര്യം കൂടെ നമ്മൾ സ്മരിക്കേണ്ടത്, 924 ശ്രീനാരായണ ഗുരുദേവ ഉത്പാദങ്ങൾ ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ചിട്ട് വിളിച്ചു ചേർത്ത സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി ആഘോഷമാണ്. ദീപാർപ്പണം, ഗുരുസ്മരണ എന്നിവയോടെ ആരംഭിച്ച ചടങ്ങിൽ SNDP ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ ആക്ടിംഗ് പ്രസിഡന്റ് M. അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി CC ജയൻ സ്വാഗതം പറഞ്ഞു. ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ C. സതീശൻ, KR ബാലൻ, B. വിജയകുമാർ, യോഗം കൗൺസിലർമാരായ ചോലക്കൽ ശ്രീകുമാർ, സോമസുന്ദരൻ, മനോജ് മാസ്റ്റർ, സേതു, സുരേഷ്, വനിതാ സംഘം പ്രസിഡന്റ് രത്നകുമാരി, സുമതി സുബ്രഹ്മണ്യൻ, രാമചന്ദ്രൻ, അഡ്വക്കേറ്റ് അനിൽ രാജ്, യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികളായ പ്രവീൺ, ജോഷ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷത്തിന്റെ സ്വാഗത സംഘം രൂപീകരിച്ചു. ചതയദിനാഘോഷം കുളപ്പുള്ളിയിൽ നടത്താൻ പൊതുയോഗത്തിൽ തീരുമാനമായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സംസ്ഥാന പാതയ്ക്ക് സമീപം അഴുക്കുചാലിലെ തകർച്ചയിലായ സ്ലാബ് യാത്രക്കാർക്ക് അപകടക്കെണിയാകുന്നു. പത്രിപ്പാല ചന്ദനപ്പുറത്തെ അഴുക്കുചാലിലെ സ്ലാബുകളാണ് കാൽനട യാത്രക്കാർക്ക് ഭീഷണി ഉയർത്തുന്നത്. മാസങ്ങളായി സ്ലാബ് തകർന്നിട്ടും ബന്ധപ്പെട്ട അധികൃതർക്ക് അനക്കമില്ല. മഴ കൂടുതലായാൽ ചാലിലെ മലിനജലം പൊട്ടിയ സ്ലാബിൽ നിന്നും സംസ്ഥാന പാതയിലേക്കും കടകൾക്ക് മുന്നിലേക്കും ഒഴുകുന്ന കാഴ്ച നിത്യസംഭവമാണ്. കാൽനടക്കാരാണ് അപകടത്തിൽപ്പെടാനുള്ള സാധ്യത കൂടുതലും. ബന്ധപ്പെട്ട അധികൃതരുടെ ശ്രദ്ധ പതിയണമെന്നാണ് ജനകീയ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. പരിസ്ഥിതി സംരക്ഷണം പൊതുജനങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണെന്ന് ഈസ്റ്റേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ K. വിജയാനന്ദൻ IFS. പരിസ്ഥിതി വാരാചരണത്തോടനുബന്ധിച്ച് പാലക്കാട്ട് സാമൂഹ്യ വനവൽക്കരണ വിഭാഗം സംഘടിപ്പിച്ച ബോധവൽക്കരണ സൈക്കിൾ റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പരിസ്ഥിതി വാരാചരണത്തിന്റെ ഭാഗമായി ആരണ്യഭവൻ പരിസരത്ത് അന്യമായിക്കൊണ്ടിരിക്കുന്ന കുടപ്പന തൈ നട്ടു. കുളം കുളിക്കാനായിട്ട് നിങ്ങളെല്ലാം കൂടി നമ്മൾ കൂടിയിട്ട് ഒരു കുളം കുളിച്ചാൽ അത് ഭയങ്കര സപ്പോർട്ടാണ്. അൺവേഴ്സിക്കും അവിടുത്തെ കാലാവസ്ഥയ്ക്കും ഭയങ്കര സപ്പോർട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ പാലക്കാട് മേഖല എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഡ്രൈ ലൊക്കേഷൻ ആണല്ലോ. കൂടുതൽ നമുക്ക് മഴ കിട്ടാതെ ഒരു പ്രദേശമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കുറേ ഈ മനുഷ്യ വന്യജീവി സംഘർഷം നടക്കുന്നുണ്ടല്ലോ. കുറേ മൃഗങ്ങൾ പുറത്ത് പറഞ്ഞിട്ട് അപ്പോൾ നമ്മളെല്ലാം കണക്കെടുത്തപ്പോൾ നമ്മളിപ്പോൾ പറമ്പിക്കുളം പോലെ പലമേഖലയിൽ നമ്മൾ നോക്കിയാൽ ഓരോരോ 2 സ്ക്വയർ കിലോമീറ്റർക്കും ഒരു വാട്ടർ ബോഡി ഉണ്ട്. സോഷ്യൽ ഫോറസ്ട്രി അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ സിബിൻ NT അധ്യക്ഷത വഹിച്ചു. റേഞ്ച് ഓഫീസർമാരായ ബിനീഷ് കുമാർ, വിവേക്, ഗ്രേഡ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ BS ഭദ്രകുമാർ, അഡ്വക്കേറ്റ് ലിജോ പനങ്ങാടൻ എന്നിവർ സംസാരിച്ചു. റാലി കടന്നുപോയ വഴിയിൽ പയറ്റാങ്കുന്നത്ത് അകത്തേത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വൃക്ഷത്തൈകൾ നട്ടു. NSS എഞ്ചിനീയറിംഗ് കോളേജിലും റാലിയിൽ പങ്കെടുത്തവർ വൃക്ഷത്തൈകൾ നട്ടു. മലമ്പുഴ ആശ്രമം സ്കൂൾ സന്ദർശിച്ച സൈക്കിൾ റാലി വാളയാർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ സമാപിച്ചു. സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ C. ഗിരീഷ്, മോഹനചന്ദ്രൻ, സുനിൽ ഫിലിപ്പ്, ഫോർട്ട് ഫെഡറേഷൻ സെക്രട്ടറി K. ജയറാം എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കീഴായൂർ EMS സ്മാരക കലാസമിതി വായനശാലയുടെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പും രക്തദാന സേന രൂപീകരണവും സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം AN നീരജ് ഉദ്ഘാടനം ചെയ്തു. കീഴായൂർ സർക്കാർ UP സ്കൂളിലായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. കീഴായൂർ EMS സ്മാരക കലാസമിതി വായനശാലയുടെ ആഭിമുഖ്യത്തിൽ റെഡ്ഡീസ് ബ്ലഡ് ഇൻ കേരളയും തൃശൂർ IMA ബ്ലഡ് ബാങ്കിന്റെയും സഹകരണത്തോടെയാണ് രക്തദാന ക്യാമ്പും രക്തദാന സേന രൂപീകരണവും സംഘടിപ്പിച്ചത്. അത്താണിയാകുന്നത് എവിടെയാണോ അവിടെ കൂടിച്ചെല്ലുക എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു സഹജമായൊരു സ്വഭാവമാണ്. അങ്ങനെ പട്ടാമ്പിയിലെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ അത്താണിയായി മാറിയ ഒരു മനുഷ്യൻ നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കും. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയാൽ നമുക്ക് ലഭിക്കുന്ന ഒരു സ്നേഹവും ലാളനയൊക്കെ നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. എല്ലാവർക്കും അവരുടേതായ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. ഒരുപാട് പ്രത്യേകതകൾ
ഒരുപാട് പ്രത്യേകതകൾ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന പേന പോലും അല്ലേ, ലോകത്ത് പിങ്ക് നിറത്തിൽ മഷി ഉപയോഗിച്ച് എഴുതുന്ന വേറൊരാളെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. ചടങ്ങിൽ വിജയൻ അധ്യക്ഷനായി. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, കെ രാജൻ മാസ്റ്റർ, ആനന്ദവല്ലി, ബാലചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ശങ്കരമംഗലം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അനുമോദന യോഗം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. അവരെ ആദരിക്കുക, അവരുടെ ആത്മവിശ്വാസത്തെ കൂടുതൽ പരിപോഷിപ്പിക്കുക എന്ന ഉത്തരവാദിത്തമാണ് ഇത്തരം സംഘടനകളും ഏകോപന സമിതിയും ഏറ്റെടുക്കുന്നത്. ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ മക്കളിലേക്ക് ആത്മവിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം അതവരെ പഠിപ്പിക്കേണ്ടത് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ വിജയിച്ച നമ്മുടെ മക്കളോടൊപ്പം അവരുടെ കൊച്ചു വിജയങ്ങൾ പോലും ഈ സമൂഹം വളരെ താല്പര്യത്തോടും പ്രാധാന്യത്തോടും കൂടിയാണ് കാണുന്നത് എന്നത് അവരിൽ ഉണ്ടാക്കുന്ന ആത്മവിശ്വാസം അത് വളരെ വലുതാണ്. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ ശങ്കരമംഗലം യൂണിറ്റിലെ വ്യാപാരികളുടെ മക്കളെയാണ് പരിപാടിയിൽ അനുമോദിച്ചത്. ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് KP റസാഖ് അധ്യക്ഷനായി. യൂണിറ്റ് ജനറൽ സെക്രട്ടറി അൻസാർ ചന്തപുരയിൽ സ്വാഗതം ആശംസിച്ചു. കൊപ്പം യൂണിറ്റ് പ്രസിഡന്റ് ഷാജി, പട്ടാമ്പി യൂണിറ്റ് ജനറൽ സെക്രട്ടറി സന്തോഷ് പട്ടാമ്പി തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത്. പരിപാടിയിൽ വെച്ച് MBBS പരീക്ഷ വിജയിച്ച ഡോക്ടർ ഷിഫാസ് ശങ്കരമംഗലം, ജീവകാരുണ്യ രംഗത്ത് സജീവമായ വെസ്റ്റ്ഫോർട്ട് പള്ളിപ്പാട് യൂണിറ്റിന്റെ ചാരിറ്റി രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ദാസൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. യൂണിറ്റ് രക്ഷാധികാരി മുഹമ്മദ് ഹാജി, വർക്കിംഗ് പ്രസിഡന്റ് NT ഹൈദർ, ട്രഷറർ അബ്ദുൽ ലത്തീഫ്, യൂത്ത് വിംഗ് പ്രസിഡന്റ് ഫാരിസ് മഹ്മൂദ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. അഖില ഭാരത അയ്യപ്പ സേവാ സംഘം മാങ്കുറിശി ശാഖയുടെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണവും അനുമോദന സദസ്സും നടത്തി. പരിപാടി മാങ്കുറിശി UP സ്കൂളിലെ പ്രധാന അധ്യാപകൻ പ്രകാശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അയ്യപ്പൻ വിളക്കോ അല്ലെങ്കിൽ ഒരു ഉത്സവമോ അല്ലെങ്കിൽ അമ്പലത്തില് ഒരു വലിയ പൂജാ പരിപാടികളൊക്കെ നടത്തിയാൽ മതിയല്ലോ അല്ലെ? കുട്ടികൾക്ക് ഈ പിഞ്ചു കുട്ടികൾക്ക് പുസ്തകം കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. നാട്ടില് വയ്യാതെ കിടക്കുന്നവരെ മരുന്ന് വാങ്ങി കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ യഥാർത്ഥ ഈശ്വരാരാധന പറയുന്നത് ഇവര് ചെയ്യുന്ന ഈ നല്ല പ്രവൃത്തിയാണ്. അത് ചടങ്ങിൽ SSLC +2 പരീക്ഷയിൽ സമ്പൂർണ്ണ A+ നേടിയ 10ഓളം വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി ആദരിച്ചു. കൂടാതെ മാങ്കുറിശി UP സ്കൂളിലെ 250ഓളം വരുന്ന കുട്ടികൾക്ക് പഠനോപകരണവും വിതരണം ചെയ്തു. പരിപാടിയിൽ KA ജയപ്രകാശ് കാവപുര അധ്യക്ഷനായി. KK വിശ്വനാഥൻ, V സുജിൻ മാസ്റ്റർ, KB ബിജേഷ് കൂരാത്ത്, MA മണികണ്ഠൻ, സന്ദീപ്, MT ഗിരീഷ്, KC രമേശ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 4 മരണം. കഞ്ചിക്കോട് അജ്ഞാത വാഹനമിടിച്ച് ദേശീയപാതയിൽ നിന്ന് സർവീസ് റോഡിലേക്ക് തെറിച്ചു വീണ് 2 യുവാക്കൾ മരിച്ചു. ദേശമംഗലം ആറങ്ങോട്ടുകരയിൽ നിയന്ത്രണം വിട്ട കാറിടിച്ച് കാൽനട യാത്രികയ്ക്ക് ദാരുണാന്ത്യം. തൃശൂർ ചാഴൂരിൽ നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് ഇടിച്ചുകയറി ഒരാൾ മരിച്ചു. SNDP ഒറ്റപ്പാലം യൂണിയൻ പൊതുയോഗവും കുടുംബസംഗമവും കുളപ്പുള്ളിയിൽ. ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷത്തിന് സ്വാഗത സംഘമായി. ഈ വർഷത്തെ ചതയ ദിനാഘോഷം കുളപ്പുള്ളിയിൽ. അപകടക്കിണിയായി പത്രിപ്പാലയിൽ പാതയോരത്തെ തകർന്ന സ്ലാബുകൾ. സംസ്ഥാന പാതയ്ക്കു സമീപം ചന്ദനപ്പുറത്തെ അഴുക്കുചാൽ മൂടിയ സ്ലാബുകൾ ഭീഷണിയാകുന്നത് കാൽനടയാത്രക്കാർക്ക്. തകർന്ന സ്ലാബുകൾ മാറ്റി സ്ഥാപിക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തം. പരിസ്ഥിതി വാരാചരണത്തോടനുബന്ധിച്ച് പാലക്കാട് സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിന്റെ ബോധവൽക്കരണ സൈക്കിൾ റാലി. വിവിധ ഭാഗങ്ങളിൽ വൃക്ഷത്തൈകൾ നട്ടു. പരിസ്ഥിതി സംരക്ഷണം പൊതുജനങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണെന്ന് ഈസ്റ്റേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ K വിജയാനന്ദൻ IFS. പട്ടാമ്പിയുടെ ജനകീയ ഡോക്ടർ ജോസ് പുളിക്കൻ ഇനി ഓർമ്മ. വിട പറഞ്ഞത് ആതുര സേവനത്തിന്റെ മഹിമ ഉയർത്തിപ്പിടിച്ച വ്യക്തിത്വം. അന്ത്യം ആമാശയ അർബുദത്തെ തുടർന്ന് കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.